ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. ജീവിതത്തിൽ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. എത്ര സമ്പാദിച്ചു എന്നതിലല്ല, എത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചു എന്നതിലാണ് കാര്യം. സത്യവും നന്മയും തേടി നിങ്ങൾ ലോകം മുഴുവൻ അലഞ്ഞാലും അത് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയും കണ്ടെത്താൻ കഴിയില്ല. പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും നല്ലത് സ്വയമേ അറിഞ്ഞ് മനസ്സിലാക്കുന്നതാണെന്ന് തോന്നുന്നു. അനുഭവങ്ങളോളം ആഴം നൽകുന്ന തിരിച്ചറിവ് മറ്റാരുടെയും വാക്കുകൾക്ക് നൽകാനാവില്ലല്ലോ. നമ്മളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി വെറുതെ കളയേണ്ടതല്ല നമ്മുടെ വിലപ്പെട്ട സമയം. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുക. എത്രയധികം പേരാണ് നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് ബന്ധം നിലനിൽക്കാൻ അത്യാവശ്യമായ കാര്യമാണ്. ആരോഗ്യകരമായ കുടുംബ ബന്ധത്തിന് ഇത് സഹായിക്കും. നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഉണ്ടാകും. അവർക്കതിനു വേണ്ടി ശ്രമിക്കാനേ കഴിയൂ. വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അഭിനന്ദനങ്ങളും വിമർശനങ്ങളും സ്വീകരിക്കുക. ഒരു ചെടി വളരാൻ വെയിലും മഴയും ആവശ്യമാണ്. നെഗറ്റീവായിട്ടുള്ള ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരമാകും. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം. ചില ബന്ധങ്ങൾ നിലനിൽക്കാൻ അതാണ് നല്ലത്. പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അർത്ഥമാക്കരുത്. ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം. കൈ നിറയെ പണം ഉള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനം ഉള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ. നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നമ്മളൊരിക്കലും തളരാനും പാടില്ല. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗി ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല ഈ ഭൂമിയിൽ. അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക. അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് സമ്മാനിച്ചേക്കാം. ജീവിക്കാൻ വേണ്ടി എത്ര വേഷം കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും വേഷം കെട്ടരുത്. വിശ്വാസവഞ്ചന കാണിച്ചവർക്കും ചതി അലങ്കാരമായി കാണുന്നവർക്കും മറുപടി പറയാൻ നിൽക്കരുത്. ഇനി അവർ എത്ര നന്നായി എന്ന് പറഞ്ഞാലും ഇനി ഒരു അവസരം അവർക്ക് കൊടുക്കരുത്. പരസ്പരം തമ്മിൽ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ വിവാഹ ജീവിതത്തേക്കാൾ വലിയ സ്വർഗം ഭൂമിയിലില്ല. ഒന്നിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹത്തേക്കാൾ വലിയ ദുരന്തം വേറെയില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക. മറ്റൊരാളിൽ നിന്നും യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ആരോടും പിണങ്ങി ഇരിക്കരുത്. പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ വിളി കേൾക്കാത്ത ലോകത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ജീവിത അന്ത്യം വരെ ആ പിണക്കം നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയം എടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
അത് നേടുവാനും നിങ്ങൾക്ക് സാധിക്കും.